ഞാനിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണാനിടയായി. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആറാട്ടണ്ണൻ എന്ന സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാവരും അറിയുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ഈ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അതിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന കണ്ടന്റ് നിങ്ങളെല്ലാവരും വായിച്ചോന്നറിയില്ല. സിനിമാ മേഖലയിലുള്ള സ്ത്രീകളെല്ലാവരും വേശ്യകളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ കണ്ടന്റ്. ഞാൻ നോക്കുമ്പോൾ അതിൽ 2 ദിവസമായി ആ പോസ്റ്റ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഇതുവരെയും അദ്ദേഹത്തിന് അത് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും തന്നെ തോന്നിയിട്ടില്ല. വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ അടിയിലുള്ള കമന്റ്സുകൾ, അദ്ദേഹത്തിന്റെ ആ കണ്ടന്റിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ കമന്റ്സും കൂടി കണ്ടപ്പോൾ നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, എന്തും സ്ത്രീകൾക്കെതിരെ വിളിച്ചു പറയാം എന്നുള്ളതാണ് ഇതുപോലുള്ള ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എന്നുള്ളത്. സന്തോഷ് വർക്കി പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് എ വുമൻ സെക്ഷൻ 79 പ്രകാരവും IT ആക്ട് പ്രകാരവും കുറ്റകരമാണ്. ഇതിന് ശക്തമായിട്ട് നിയമപരമായി പോരാടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാളെയോ പോലീസ് ഇതിന് സ്വമേധയാ FIR രജിസ്റ്റർ ചെയ്ത് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതുപോലെ എന്തും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയാൻ കഴിയും എന്നുള്ള സന്തോഷ് വർക്കിയെ പോലുള്ള ആളുകളുടെ അധികാരമാണ് ഇതിനെ മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങൾ മീഡിയ എല്ലാവരും ഇദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം നമ്മളെല്ലാവരും കാണാറുണ്ട്, ഷെയർ ചെയ്യുന്നു, അദ്ദേഹത്തിന് വരുമ്പോൾ തന്നെ കാണും. ഇത്തരം കണ്ടന്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സ്റ്റോപ്പ് ചെയ്യണം. സമൂഹത്തിന് ഇവരെ പോലുള്ള ആളുകൾ വിപത്താണ്. അപ്പൊ ഉടനടി ഇതിനെതിരെ നടപടി എടുക്കേണ്ട ഒരു കാര്യങ്ങളാണ്. കാരണം നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്തും വിളിച്ചു പറയാം എന്നുള്ള ലൈസൻസ് ആരാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്? സന്തോഷ് വർക്കി ആയിക്കോട്ടെ, അതിനെ അനുകൂലിക്കുന്ന ആളുകളായിക്കോട്ടെ, ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലെ കമന്റ്സും പോസ്റ്റുകളും സ്ത്രീകൾക്കെതിരായിട്ടുള്ള കണ്ടന്റുകളും ഇനി നമ്മൾ നിർത്തണം. എന്തും വൃത്തികേടും വിളിച്ചു പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ. പറയാം, നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, പക്ഷെ ഇത്രയും ചട്ടത്തരങ്ങളായിട്ടുള്ള രീതികൾ നമ്മൾ ഒരിക്കലും വെച്ച് വെളുപ്പിക്കരുത്. നമ്മൾ ഇന്നിവിടെ ഇതിനെതിരെ ശക്തമായിട്ട് സ്റ്റോപ്പ് ഇട്ടാൽ നമുക്ക് വലിയൊരു മാറ്റങ്ങൾ സോഷ്യൽ മീഡിയ പോലും അല്ല, നമ്മുടെ മൈൻഡ് സെറ്റാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ തന്നെ മാറ്റണം. കാരണം ഇത്തരം ചട്ടകളുടെ വർത്താനം പറയുന്ന ആളുകളുടെ നാവ് നമ്മൾ അടപ്പിക്കണം. അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഞാനടക്കം റെഡിയാണ്.